ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് KTS6 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കോഴ്സ് കോഡ് വരുന്നത് MET306 അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് എന്നാണ് കോഴ്സിൻ്റെ പേര് വരുന്നത്. ഇതൊരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടൈം വരുന്നത് 3 മണിക്കൂറാണ്. നമുക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പോൾ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യനും പാർട്ട് ബിയിൽ ബാക്കി 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കൺവെൻഷണൽ നോൺ കൺവെൻഷണലും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ, ഡിഫൈൻ ദ ടേംസ്. അടുത്തത് ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ എക്സ്പ്രഷൻ എഴുതാനാണ്. അതുപോലെ തന്നെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർപോളേഷൻ യൂസ്ഡ് ഇൻ NC സിസ്റ്റം. സോ ഇതിൽ NC പ്രോഗ്രാമിംഗിൽ അല്ലെങ്കിൽ NC സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർപോളേഷൻസിന്റെ ടൈപ്പ് ലിസ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. സെക്കൻഡ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ് അത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ദ പോസ്റ്റ് പ്രോസസർ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഓക്സിലറി സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ഇൻ ABD ലാംഗ്വേജ്. അപ്പോൾ ABD ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന പോസ്റ്റ് പ്രോസസർ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ തന്നെ ഓക്സിലറി സ്റ്റേറ്റ്മെന്റ് വിത്ത് എക്സാമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. അത് ലിസ്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. അപ്പോൾ ECM യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇൻ ഇലക്ട്രോൺ ബീം മെഷീനിങ്. With the help of neat sketch, explain effect of high speed on stress strain relationship of aluminum. അപ്പോൾ അലുമിനിയത്തിന്റെ നമ്മൾ HPF ചെയ്യുകയാണെങ്കിൽ അലുമിനിയത്തിലെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ആണ് ക്വസ്റ്റ്യൻ. Write the expression for elastic longitudinal wave equation for a rod of infinite length and define the terms. Elastic longitudinal wave equation ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള റോഡിന്റെ ഇലാസ്റ്റിക് ലോണ്ടിറ്റ്യൂഡിനൽ വേവ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിനകത്തുള്ള ടേംസ് ഡിഫൈൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ലിസ്റ്റ് any 6 process parameters of magnetic abrasive finish. Explain magneto-biological fluid used for micro finishing operation. അടുത്തത് ഇപ്പോൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. A bar of 75 diameter is used to 73 mm by reduced to 73 mm by a cutting tool while cutting orthogonally. If the mean length of the cut chip is 73.5 mm, find the cutting ratio. If the rake angle is 50 degree, find the shear angle. ഇതൊരു പ്രോബ്ലം ആണ്. Explain the mechanism of sintering with neat sketches. Explain any two type of atomization process with neat sketches. ഇപ്പോൾ ഇവിടെ മിക്സ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. രണ്ട് പാർട്ടിൽ നിന്നും ഒരുമിച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സിൻഡറിങ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ മെറ്റൽ കട്ടിങ്ങിലെ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് എക്സ്പ്ലെയിൻ ടു ടൈപ്സ് ഓഫ് ആറ്റമൈസേഷൻ പ്രോസസ് വിത്ത് നീറ്റ് സ്കെച്ച് ഡ്യൂറിങ് turning a metallic rod at a given condition. Tool life was found to increase from 25 minutes to 50 minutes when cutting velocity was reduced from 100 meter per minute to 80 meter per minute. How much will be the life of the tool if machined at 90 meter per minute? അടുത്തൊരു സെക്കൻഡ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ നോക്കാം. Write a manual part program for getting finished component as shown in the figure. Initial diameter of the rod before turning is 30 millimeter. So ഇപ്പോൾ ഇതിനൊരു മാനുവൽ പാർട്ട് പ്രോഗ്രാം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തന്നിട്ടുള്ള ഈ ഒരു ഫിനിഷ്ഡ് പാർട്ടിന് ഡിഫൈൻ ഇന്റർപോളേഷൻ ഇൻ NC സിസ്റ്റം. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർപോളേഷൻ. സോ ഇപ്പോൾ NC സിസ്റ്റത്തിനകത്തുള്ള ഇന്റർപോളേഷൻ എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് ടൈപ്സ് ഓഫ് ഇന്റർപോളേഷൻ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. Define any 3 types of geometry commands used in APT language with syntax and example. So ഇപ്പോൾ നമ്മൾ APT ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ജോമെട്രി കമാൻഡ്സ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വിത്ത് എക്സാമ്പിൾ എഴുതണം. റൈറ്റ് നീറ്റ്
മോഡ്യൂൾ 3 ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ലേസർ ബീം മെഷീനിങ് പ്രോസസ്. List and explain the factors affecting heat affected zone and surface quality in iron beam machining. അടുത്തത് describe plasma arc machining process with a neat sketch. List and explain the factors affecting material removal rate and surface quality in plasma arc machining. അടുത്തത് explain electromagnetic forming with the neat sketches. How electromagnetic forming can be applied to internal and external and surface forming operation. So about electromagnetic forming കുറിച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നുള്ളത്. രണ്ട് ക്വസ്റ്റ്യനും derive the expression for transmitted stress wave traveling along a rod of infinite length. സോ നമ്മൾ കഴിഞ്ഞ പേപ്പറിലെ പോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം തന്നെയാണ്. ട്രാവലിംഗ് സ്ട്രെസ് വേവ് ട്രാവലിംഗ് along a infinite rod തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. With a neat sketch explain any one of the explosive forming process. List and explain any 3 process variable affecting the process. The module 5. With a neat sketch explain elastic emission machining. List the advantages and disadvantages and application of stereolithography process. Describe laser engineered net shaping process with a neat figure. With a neat sketch explain diamond turn machining. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, അത് യൂസ്ഫുൾ ആയിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ